ഒരിക്കൽ ഒരിടത്ത് ഒരു അപ്പനും അമ്മയും ഒരു കുഞ്ഞുമോളും താമസിച്ചിരുന്നു. അവർ അതീവ സന്തോഷവരായിരുന്നു. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് ഒരു രോഗം പിടിപെടുന്നു. പക്ഷേ ഇതൊന്നും തങ്ങളുടെ കുഞ്ഞുമോളെ അവരറിയിച്ചില്ല കേട്ടോ. അവരെത്രയും സന്തോഷത്തോടെ ഇരിക്കാമോ അത്രയും സന്തോഷത്തോടെ ഓരോ നിമിഷവും ജീവിച്ചു. ആ അമ്മയ്ക്ക് ഇനി ഒരുപാട് കാലം ആ മകളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മ മകളുടെ ഓരോ സന്തോഷങ്ങളും അറിഞ്ഞു ജീവിക്കുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് തീരെ വയ്യാതെയായി. വീട്ടിലെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മകൾ ചെയ്യാൻ തുടങ്ങി. അമ്മ അതിലൊക്കെ അഭിമാനിക്കുകയാണ്. തൻ്റെ മകൾ ഇത്രയും വലുതായല്ലോ, ഞാനില്ലെങ്കിലും എൻ്റെ മോൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമല്ലോ. അവളുടെ കുസൃതികളുടെ എല്ലാം കൂടെ അമ്മ കൂടുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. അമ്മ മകളെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഓരോ ബുക്കുകൾ വായിച്ചു കൊടുക്കുന്നു. അന്നേരമെല്ലാം അമ്മയുടെ ഉള്ളം നീറുകയാണ്. ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാൻ സമയമായല്ലോ, എനിക്കിനി എത്ര കാലം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ദുഃഖവാർത്ത അറിഞ്ഞു. അമ്മ മരണപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ അമ്മ മരിക്കുന്നു. പിന്നീട് ഓരോ ദിനങ്ങളിലും ആ മകൾ തൻ്റെ അമ്മയെ സ്വപ്നം കണ്ട് ഉണർന്നെഴുന്നേൽക്കുന്നു. അവളെ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണം എന്ന് പപ്പയ്ക്കറിയില്ല. പപ്പ ഓരോ തമാശകൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ മകളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ എല്ലാം പപ്പയുടെ മനസ്സിലെ ദുഃഖം, എൻ്റെ കുഞ്ഞെന്നും തനിച്ചാണല്ലോ, എൻ്റെ കുഞ്ഞിനെ ആരും കൂട്ടില്ലല്ലോ എന്നാണ്. അവളെ ഓരോ പാർട്ടിക്ക് കൊണ്ടുപോകും. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും പപ്പ പോയിട്ട് വരാമെന്ന് തൻ്റെ കുഞ്ഞിനോട് അനുവാദം മേടിച്ചിട്ടാണ് പപ്പ പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും തൻ്റെ കുഞ്ഞ് വലുതായി വരികയാണ്. തൻ്റെ കുഞ്ഞിന് ആരും കൂട്ടില്ലാത്തത് കൊണ്ട് ഒരുപാട് വിഷമിച്ചാണ് പപ്പ പോകുന്നത്. അവളാവട്ടെ അവളുടെ അമ്മ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അമ്മയെ ഓർത്ത് ഓരോ നിമിഷവും ഉരുകി തീർന്ന് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയാണ്. പപ്പ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ തനിയേയുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടെ ആ കൊച്ചു ജോലികൾ ചെയ്യുന്നു. പക്ഷേ പപ്പ ഒരു സുപ്രഭാതത്തിൽ മകളോട് ചോദിക്കുന്നു, പപ്പ ഒരു അമ്മയെ നിനക്ക് കൊണ്ടുതരട്ടെ? അങ്ങനെ കുഞ്ഞ് സമ്മതിക്കുന്നു. ഒരു ദിവസം പപ്പ ഒരു രണ്ടാനമ്മയും കൂട്ടി വീട്ടിൽ വരുന്നു. പക്ഷേ ആ അമ്മ മകളെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. അമ്മ വേറൊരു ലോകത്താണ്. മകൾ ഈ ദുഃഖം പപ്പയോട് പറയുന്നു. അപ്പോൾ പപ്പ പറയുന്നു, മോൾ അതൊന്നും കാര്യമാക്കണ്ട, ആദ്യ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നീട് മോളെ ഒത്തിരി ഇഷ്ടമായിരിക്കും, മോൾ അമ്മയെപ്പോലെ വിചാരിച്ചാൽ മതി. അങ്ങനെ ഓരോ നിമിഷവും മകൾ അങ്ങനെ തള്ളി നീക്കി. ആ വീട്ടിൽ മകൾക്കൊരു സ്ഥാനമില്ലാതായി. പപ്പ ദൂരദേശത്ത് ജോലിക്ക് പോയി. ആ വീട്ടിലെ എല്ലാ ജോലികളും ആ മകളാണ് ചെയ്യുന്നത്. ഒരു നേരത്തെ ഭക്ഷണം പോലും ആ കുഞ്ഞിന് കൊടുക്കുന്നില്ല. അപ്പോൾ അവൾ വിചാരിച്ചു, ദൈവമേ, എൻ്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ എനിക്ക് വാരിത്തരുമായിരുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്താൽ പോലും ഈ അമ്മ എനിക്കൊന്നും കഴിക്കാൻ തരുന്നില്ലല്ലോ, എനിക്ക് നല്ലൊരു വസ്ത്രം പോലും ഇല്ലല്ലോ. മകൾ പൊട്ടിക്കരഞ്ഞു. ഒരു ഫ്രൂട്ട്സ് തിന്നാനോ ഒരു കാര്യം കഴിക്കാനോ എന്നെ ഇവർ സമ്മതിക്കുന്നില്ല. ഞാൻ ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യണം, എനിക്കൊരു ഭക്ഷണം പോലും തരുന്നില്ല. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ